ഉറക്കം വേണ്ടേ? നീ ലൈവ് വരുന്നുണ്ടെങ്കിൽ നീ എന്നെ ദോശ എന്തെങ്കിലും തന്നാ പോരെ? നിങ്ങളെല്ലാം വിചാരം എന്തെന്നറിയോ? അത് രണ്ടു ഭാഗത്തുനിന്ന് കബരിയാക്കിനപ്പോ അതിങ്ങനെ രണ്ട് കൈ അപ്പുറത്ത് ഇപ്പുറത്തിരുന്ന. ഇത് സ്കൂളാണ് കേട്ടോ, ഈ ബിൽഡിങ്. പണ്ട് സ്കൂൾ പഠിക്കുമ്പോൾ ഞാൻ 4ാം ക്ലാസ് വരെ പഠിച്ച സ്കൂൾ ഇതാണ്. ഭയങ്കര ഇവിടെ ഈ മഴയൊക്കെ വരുന്ന സമയത്തുണ്ടല്ലോ. ഹലോ ഗൈസ്, എല്ലാവർക്കും കുദാ ഷാവൽ വ്ളോഗ്സിലേക്ക് സ്വാഗതം. എന്തായി, എല്ലാവരും വോട്ട് ചെയ്തായിരുന്നു? നമ്മളെ ഇലക്ഷൻ ഡേയിലെ വ്ളോഗാണ് ഇന്ന്. ആക്ച്വലി 4:30 മണിയായി. ഹായ്, വോട്ടിട്ടാ? വോട്ടിട്ടാ? ആർക്ക്? അത്ര മതി, ഞാൻ പോയിട്ട് വരുന്നേ. മണി 4:30 ആയതാ. കാർഡ് സ്ലിപ്പ് ആക്ച്വലി നമ്മൾ പോവാത്തത് തന്നെ കേട്ടോ, ലേറ്റ് ആക്കിയതാണ്. ബൂത്തിൽ ഭയങ്കര തിരക്കുണ്ടായിരുന്നു, അപ്പോൾ ഒന്ന് കുറയട്ടെന്ന് വിചാരിച്ചു. 5 വോട്ടാണ് നമ്മളെ വീട്ടിലിപ്പോൾ, 5 അല്ല 6 വോട്ട്. എന്തായാലും ഇത് പെങ്ങന്മാരൊക്കെ വരുന്നുണ്ട്. ഇൻഷാ അല്ലാഹ് നമ്മൾ വോട്ടിട്ടിട്ട് വന്നിട്ട് കാണാം. വരി ഉമ്മ. എന്തിരാ സ്പീഡ്? നല്ല പ്രകൃതിയല്ലേ, പച്ചപ്പ്. നിനക്കുണ്ടോ വോട്ട്? പിന്നെ നീ ഇതിന് വരുന്നേ? നിനക്ക് വോട്ടുണ്ടോ? പിന്നെ നീ വരുന്നേ എന്നിട്ടാ? ലേറ്റായിട്ട് പോയ ബൂത്തിൽ ആൾ കുറവുണ്ടാവുമെന്ന് വിചാരിച്ചിട്ടാണ് ലേറ്റാക്കിയത്. പക്ഷെ ഇവിടെ വന്നപ്പോഴാണ് അറിഞ്ഞത് എൻ്റെ ഉമ്മ ഏകദേശം ഒരു 45 മിനിറ്റോളം ക്യൂ നിന്നിട്ടാണ് വോട്ട് ചെയ്തത്. പിന്നെ ആണുങ്ങളുടെ സൈഡ് വലിയ വോട്ടൊന്നും ഇല്ലാത്തതുകൊണ്ട് കുഴപ്പമില്ലായിരുന്നു. ആകെ 1-2 പേരുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ എനിക്ക് പെട്ടെന്ന് വോട്ട് ചെയ്യാൻ പറ്റി. ആര് വരും? അറിയാലോ എന്താ, അത് 2 ഭാഗത്തുനിന്ന് കബരിയാക്കിനപ്പോ അതിങ്ങനെ 2 കൈ അപ്പുറത്ത് ഇപ്പുറത്തിരുന്ന. ആര് വരുന്നു? ഉറപ്പല്ല. അത് പറയാനാ ചിത്രം മടി എന്തെങ്കിലും വേണ്ട. ഇത് ഫാമിലി വ്ളോഗ്. പോന്ത് എടുക്കുന്നത് ഉമ്മാൻ്റെ ഒരു വൈറ്റ് എടുത്തങ്ങ് എന്തിരിക്കുന്നത്. ഇതാ എൻ്റെ നാട്ടുകാരന്, എൻ്റെ കൂട്ടുകാരന് ഇന്ന് ആദ്യമായിട്ടാണ് മറ്റേ എൻ്റെ ഇൻസ്റ്റ അക്കൗണ്ട് കാണുന്നത്. നല്ല മനുഷ്യൻ തന്നെ. വോട്ടൊക്കെ ഇട്ട് ഇവര് എന്നിട്ട് ഞങ്ങളുടെ ജമാഅത്ത് പള്ളിയാട്ടാ ഈ കാണുന്ന ഈ ഭാഗത്തായിരുന്നു മുമ്പൊക്കെ കവറുണ്ടായിരുന്നത്. ഇപ്പോൾ അതിൻ്റെ പിറകിലോട്ട് മാറ്റിയിട്ടുണ്ട് കേട്ടോ. നമ്മളൊന്ന് വാപ്പാൻ്റെ കബറിൻ്റെ അടുത്ത് പോയിട്ട് സിയാറത്തൊക്കെ ചെയ്തിട്ട് വരാം. ഓക്കെ, ഇതാണ്. നമ്മ ഇതാക്കിയിട്ട് വരുന്നേ, സിയാറത്താക്കിയിട്ട്. എന്തേ? മെല്ലെ. ഇതാണ് ഇവിടുത്തെ മദ്രസ കേട്ടോ. കുറേ മുത്താലിമീങ്ങളൊക്കെ പഠിക്കുന്നുണ്ട് ഇവിടെ. മെല്ലെ ആബാ നോക്കിയാ അടിപൊളി സ്ഥലമല്ലേ. പണ്ട് സ്കൂൾ പഠിക്കുന്ന സമയത്ത് ഇത് സ്കൂളാണ് കേട്ടോ, ഈ ബിൽഡിങ്. പണ്ട് സ്കൂൾ പഠിക്കുമ്പോൾ ഞാൻ 4ാം ക്ലാസ് വരെ പഠിച്ച സ്കൂൾ ഇതാണ്. ഭയങ്കര ഇവിടെ ഈ മഴയൊക്കെ വരുന്ന സമയത്തുണ്ടല്ലോ, ഞങ്ങൾ പലപ്പോഴും നമ്മുടെ ഈ യുദ്ധകഥയൊക്കെ കേൾക്കുമല്ലോ, ഉഹുദ് യുദ്ധം, ബദർ യുദ്ധം എന്നൊക്കെ. അപ്പോൾ അതിന് ഞങ്ങൾ ഞാൻ ഉഹുദ് മലയുടെ ചരിത്രവും ബദർ യുദ്ധത്തിൻ്റെ ചരിത്രമൊക്കെ കേൾക്കുമ്പോൾ ഈ മലയാണ് എൻ്റെ മനസ്സിലേക്ക് സങ്കല്പമായിട്ട് വരുന്നത്. ഇപ്പോൾ അപ്പോൾ എൻ്റെ മനസ്സിലെങ്ങനെയാണെന്നറിയോ, ഈ മലയുടെ ഇവിടെയൊക്കെ ഇങ്ങനെ ആൾക്കാർ നിന്നിട്ട് യുദ്ധം ചെയ്യുമ്പോൾ ഉള്ള അവസ്ഥ എന്തായിരിക്കും എന്നുള്ള എൻ്റെ ഒരു മനസ്സിൽ അങ്ങനെയായിരുന്നു. മലയെന്ന് പറഞ്ഞാൽ വലിയ സംഭവമാണെന്ന് അറിയില്ലായിരുന്നു. പിന്നെ ജാനു, പിന്നെ ഞാനന്ന് കാണിച്ചിരുന്നു വാപ്പാൻ്റെ ഖബർ. ഇതാട്ടാ അബ്ബാസ് PM അമ്പാച്ച. കുറച്ചും കാക്കട്ടെ, കുറച്ചും സ്വർഗം കൊടുക്കട്ടെ ഇൻഷാ അല്ലാഹ്. ആമീൻ. ജാനോ ഇടാനുള്ള ജാനോ
നമ്മാരെ കാണാൻ വന്ന ജാനു? പപ്പാൻ്റെ ഉപ്പാനെ. ഓത് ഓത്. എലക്ഷനൊക്കെ കഴിഞ്ഞ് ഒന്ന് താടിയൊക്കെ സെറ്റ് ചെയ്ത് നാളെ ഒരു വെബ് സീരീസിൻ്റെ ഷൂട്ടുണ്ട് നമുക്ക് കോട്ടയത്ത്, തിരുവല്ല, കോട്ടയം ജില്ലയിൽ. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ഒരു കളർ പരിപാടി ചെയ്തു. പിന്നെ അത് എനിക്ക് ഇഷ്ടമുണ്ടായിട്ടല്ല, കാരണം ആ ഒരു ക്യാരക്ടറിന് ഇത് വേണമെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ചെറിയ രീതിയിൽ ചെയ്തതാണ്. ഇതും സാറ്റിസ്ഫൈഡ് ഒന്നുമല്ല, എന്നാലും ഓട്ടെ. എന്നെ കണ്ടിനാ? ഏടാ കണ്ടിനെ? വീഡിയോസിലാ? ആ ശരി. എന്തായി? നീ ഇപ്പൊ വാ, നീ സാമാൻ എന്താ ഓട്ടിട്ടു 18 വയസ്സാണോ അല്ലേ? അപ്പൊ ഇത് ബാല വീടണം ബായി. നീ പണിയെടുക്കുന്ന എങ്ങനെ? ഇതാ എങ്ങനുണ്ട്? എന്തത് മാലയും ഇതെല്ലാം എങ്ങനുണ്ട്? നാളെ തകർക്കുന്ന തന്നെ പോയിട്ട് ഇൻഷാ അല്ലാഹ്. അല്ലേടി? എന്താ വീഡിയോയിൽ വരാത്ത? ഓഹോ, നീ ഇപ്പൊ അടുത്തായിട്ട് വീഡിയോ എന്തില്ല വലുതായിട്ട് അറിയോ? സ്വർണ്ണം കെട്ടത് എന്താ? എന്താ അല്ലാന്ന് ഞാൻ നാളെ പോയാലും നിനക്ക് ബേജാറാവല്ലേ? നേര് പറയും. ഒരു തരി പോലാവല. സ്വർഗത്തിലേക്ക് പോകാൻ പറ്റും. ഓഹോ, നിന്റെ വീട്ടിലേക്ക്. എപ്പോഴും സ്വർഗം എന്ന് പറയുകയും ചെയ്യും, ആടെ പോയിട്ട് എന്താക്കുന്നതെന്ന് ചോദിക്കുകയും ചെയ്യും. എല്ലാവർക്കും അറിയാം ഓരോരോ സ്വർഗമാണ്. എന്നിട്ട് എന്നോട് പറയുന്ന പ്ലീസ് മാരേജ് ആയ എല്ലാ പെണ്ണുങ്ങളും കമന്റ് ചെയ്യൂ, ഓരോരോ സ്വർഗാണ്. സ്വർഗത്തിലും സ്വപ്നത്തിലും എല്ലാവർക്കും മാരേജ് ആയിട്ട് ഓരോരോ പെരുക്ക് പോകുന്ന 1 മാസം കാക്കുന്നുണ്ട്. അറിയോ സംഭവം എന്താണെന്നറിയോ? 5 മണി, അത് 5 മണിക്കാണ് എനിക്ക് ട്രെയിൻ ഉള്ളത്. ഈ 5 മണിക്ക് ഞാൻ എങ്ങനെ കാസർഗോഡ് എത്തുമെന്ന് ഒരു പിടിയില്ലാന്ന്. രാവിലെ എണീറ്റ് പോലെ ചടങ്ങല്ലേ, ഉറങ്ങാതെ പോയാൽ അതും ബുദ്ധിമുട്ടാക്കാൻ വേണ്ടിട്ട് കാസർഗോഡ് വാങ്ങി. നീ എനിക്കൊന്നും തരണ്ടേ, ഞാൻ വെച്ചിട്ട് പോവാ. ദോശയാ? 5 മണിക്ക് നീ ലൈവ് വരുന്നതിന് നിനക്ക് ഉറക്കം വേണ്ടേ? നീ ലൈവ് വരുന്നുണ്ടെങ്കിൽ നീ എന്നെ ദോശ എന്തെങ്കിലും തന്നാ പോരെ? നിങ്ങളെല്ലാം വിചാരം എന്തെന്നറിയോ? നിങ്ങളൊന്നും ഇല്ലെങ്കിൽ ഞങ്ങള് പട്ടിണിയായി പോകും. ഒരാഴ്ച ഇല്ലെങ്കിൽ പട്ടിണി, ഒരാഴ്ച തുണി കഥയില്ലെങ്കിൽ ഇത്തരം തുണി. അതിനപ്പുറം എന്താ വേണ്ട? ഞങ്ങൾ ഇല്ലെങ്കിൽ പുറത്ത് മുറ്റല്ല ഫുള്ള് കാട്ടെല്ലാം ഉറങ്ങി. ഞാനുണ്ടല്ല സ്വന്തമായിട്ട് ഫുഡ് ഉണ്ടാക്കാൻ അറിയുന്ന ഒരു വ്യക്തിയാ. ഇന്നേ ഇവർക്ക് ഒരു ഫുഡ് ആക്കി തന്നിട്ട് അത് നീ അങ്ങനെ പറയണ്ടേ. ഞാൻ ഫുഡ് ആക്കൂന്ന് പറഞ്ഞാ ഫുഡ് ആക്കിയത് എനിക്ക് സോയാബീന്റെ കറിയെല്ലാം വെക്കലില്ലേ? സോയാബീന്റെ കറിയല്ലോ പിന്നെ കളവ് ചെല്ലുന്ന റഹ്മാന. എടാ ഞാൻ വെച്ച് തന്നാ വെച്ച് തന്നിനെങ്കിൽ അത് പാതിക്ക് മതി എന്റെ കൈയാണ്. അതാ അയിലും നിനക്ക് ക്രെഡിറ്റ്. എന്നാലും നീ അംഗീകരിക്കാനാണ് എന്ത് സ്വഭാവം? ഗേൾസിന്റെ കൈയില്ലാണ്ട് ഒരിക്കലും ബോയ്സിന് കൈയല്ല. കിച്ചണില് ഹോട്ടലിൽ പോയി നോക്കിനാ? നീ എല്ലാം കഴിക്കുന്ന ഫുഡ് വെക്കുന്ന മൊത്തം ആണുങ്ങളാണ്. ഈ പറയുന്ന അൽഫാമും മന്തിയും മധുഫൂനും പിന്നെന്തെന്നുള്ള ഈ സാമാനെല്ലാം ഇല്ല, മധുഹൂത്ത്, ഇതെല്ലാം വെക്കുന്നത് ആരാന്നറിയോ? ആണുങ്ങള്. സോ എന്നാലും ആ ടേസ്റ്റിന്റെ ഇതറിയോ? നിങ്ങളെക്കാളും ടേസ്റ്റില് ഫുഡ് വെക്കാൻ അറിയുന്നത് ആണുങ്ങൾക്ക് എന്ന് മനസ്സിലാക്കണം. നിന്റെ വാപ്പ കുക്കല്ലേ? ബിരിയാണി ഡെയിലി ഒരാളെ വെക്കാം, അൽഫാം ഡെയിലി ആക്കാം. പിന്നെ ഇവിടെ ഡെയിലി ഡിഫറെന്റ് എന്തുള്ള? എപ്പോ നോക്കിയെങ്കിലും ഒരു കടുമ്പോ ഒരു കൽത്തപ്പവും പിന്നെ ബസളച്ചാറും ഇതന്നല്ലേ? വേറെ എന്തുള്ള? പിന്നെ ഒരു മീനിന്റെ കറി. അല്ലാ
അപ്പോൾ അതെല്ലാം പോട്ട് ഞാൻ വീഡിയോ കട്ടാക്കി തല്ലാക്കാം എന്തോ പോയൊരു പണി നോക്ക് വെള്ളം കൊടുക്കണം ഓക്കെ. അപ്പോൾ എന്തെന്നറിയോ, ഇന്ന് ഓട്ടെല്ലാം ഇട്ട് പിന്നെ നമ്മളൊരു മനസ്സാൽ ഇപ്രാവശ്യം ഞാൻ UDF ജയിക്കണമെന്ന് ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുന്നു. ഞാനൊരു പാർട്ടി അനുഭാവിയല്ല, പക്ഷെ ഇപ്രാവശ്യം വരണമെന്നുണ്ട്. എൻ്റെ ഇതില്ലടാ അങ്ങനെ ഉണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് നോക്കാം മെയ് 4-ന് റിസൾട്ട്. പക്ഷെ എന്നോട് 1-2 പേര് ബെറ്റ് വെച്ചിട്ടുണ്ട്. ആ ബെറ്റ് കിട്ടിയാൽ മെയ് 4-ന് എനിക്ക് ചാകരയാണ്. രാവിലെ ഉച്ചക്ക് വൈകുന്നേരം എല്ലാം ഫുഡായിരിക്കും, നല്ല അടിപൊളി ട്രിപ്പ്. ഇതൊക്കെയാണ് എന്നോട് വെല്ലുവിളിച്ചിട്ടുള്ളത്. അഥവാ തോറ്റ ഈ കാണുന്ന ആൾക്ക് ബെറ്റ് വെച്ച് ഒരിക്കൽ ഫാമിലി കൂടി ട്രിപ്പ്, അഥവാ തോറ്റ എൻ്റെ പോക്കറ്റിൽ നിന്ന് ഞാൻ എടുത്തു കൊടുക്കണം. അപ്പോൾ എന്തായാലും എൻ്റെ മുത്തുമണീസ്, ഞങ്ങൾ നല്ല വീഡിയോസ് ആയിട്ട് ഇനിയും വരും. അപ്പോൾ നമ്മുടെ ചാനൽ പുതിയതായിട്ട് കാണുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, കൂടെ നിൽക്കുക. ഇനി അടുത്തത് കാണുന്നത് വരേക്കും പറയ് സുലൈല്ല സുലൈക്ക പറയേ, നിന്റെ ഒരു ഐഡിയയില് പറയാ എന്തെന്ന്. എന്തിനാ കമന്റ് ചെയ്യൂ, ഷെയർ ചെയ്യൂ, ചാനൽ അപ്പൊ സുലായി